ഒരു PK ബഷീറിന് അര MM മണി എന്നതാണ് ആരാധകരുടെ ഒരു പ്രയോഗം. ബഷീറിന്റെ തകർപ്പൻ ആക്രമണത്തിന് ശേഷം മണിയാശാൻ എഴുന്നേറ്റപ്പോൾ സഭയിൽ ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ അച്ചടക്കത്തോടെ തന്നെ സംസാരിച്ചു കളയുമോ എന്ന പേടിയിലായിരുന്നു എല്ലാവരും. എന്നാൽ മണിയാശാനെ പ്രകോപിപ്പിച്ചു വിടാൻ ബഷീറിന്റെ പ്രസംഗം തന്നെ ധാരാളമായിരുന്നു. പ്രകോപിതനായ മണിയാശാൻ എഴുന്നേറ്റ ഉടനെ കയറി ഉമ്മൻചാണ്ടിക്കിട്ടാണ് പണി കൊടുത്തത്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തെ കേട്ടില്ല ഇല്ലേ? കോടതി അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് പുള്ളിയുടെ വാദം കേൾക്കണമെന്നുള്ള ന്യായമാണല്ലോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇപ്പൊ ഉന്നയിച്ചത് എന്ന് പറഞ്ഞാൽ എന്നോട് നിങ്ങൾ പ്രകോപനം കാണിക്കരുതെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുക. തികച്ചും ന്യായമല്ലേ? 4 പ്രാവശ്യം അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. 4 ആണേ 4, 3 ആണേ 3, ഒരെണ്ണം കുറച്ചു സമ്മതിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നിട്ട് വിധി വന്നു കഴിഞ്ഞപ്പോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടില് എന്റെ വാദം കേട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ മിതമായ ഭാഷയെ പറഞ്ഞ ഒന്നാം തരം തട്ടിപ്പാണെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അത് പാർലമെന്ററി ആണോ എന്നൊന്നും എനിക്കറിയാൻ മേല. ഞാനെങ്കിലും ആ പദം പ്രയോഗിക്കുകയാണ് ഇവിടെ. അതാണ് മണിയാശാൻ എഴുന്നേറ്റാൽ 1-2 അൺപാർലമെന്ററി പ്രയോഗങ്ങൾ നടത്തും. MLA ആയതിനു ശേഷം അത് കാണുന്നില്ലല്ലോ എന്ന സങ്കടത്തിലായിരുന്നു ഡെമോക്രസി. ഇമാതിരി അൺപാർലമെന്ററി പ്രയോഗം ഒന്നുകൊണ്ട് അവസാനിക്കുമോ? ഇനി വല്ലതും വരാനുണ്ടോ? അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ആയില്ല, ബാക്കി വരാൻ പോകുന്നേ ഉള്ളൂ. എന്നാ പിന്നെ പോരട്ടെ, ഉമ്മൻചാണ്ടിയെ കുറിച്ച് ബാക്കിയുള്ള അൺപാർലമെന്ററി പ്രയോഗങ്ങൾ പോരട്ടെ. 14 മണിക്കൂറാണ് കമ്മീഷന്റെ മുമ്പിൽ മുഖ്യമന്ത്രി ഇരുന്നത്. എത്ര കുപ്പി വെള്ളം കുടിച്ചു എന്നുള്ള കാര്യം ഈ കേരള ജനതയ്ക്ക് അറിയാം ഇല്ലേ? അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിയപ്പെട്ടവരെ ഈ സോളാറിലെ കഥാപാത്രങ്ങൾ കയറി മേയുകയായിരുന്നു എന്ന കാര്യം മറന്നോ നിങ്ങൾ? ഇല്ല. ക്ലിപ്പ് ഹൗസിൽ പോലും മേച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ എവിടെ ആയിരുന്നു? ഇപ്പോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നു. എന്തെല്ലാമോ ഒരാക്ഷേപം വന്നു, മാന്യമായി രാജിവെച്ചു. ഏത് ആണത്തത്തോടു കൂടി രാജിവെച്ചു ജയരാജൻ ഇല്ലേ? അതിനെ പിന്താങ്ങാതെ അത് ശരിയായി എന്ന് പറയാതെ എന്താ മുഖ്യമന്ത്രിയെയും കൂടെ കടന്നാക്രമിക്കുക. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്നത്തെ ഞങ്ങളുടെ മുഖ്യമന്ത്രി LDFന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോളാർ തട്ടിപ്പിലെ കഥാപാത്രങ്ങളെ പോലെയുള്ള ഒരു കയറി നിരങ്ങുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് PK ബഷീറിനെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി ഇങ്ങനെ നമ്മൾ എനിക്ക് വലിയ തത്വമൊന്നും അറിയത്തില്ല. ഞാൻ എന്റേതായ രീതിയിൽ കാര്യങ്ങൾ പറയുന്നു കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. നിയമസഭയിൽ പ്രസംഗിക്കാൻ എന്തിനാണ് തത്വജ്ഞാനിയാകുന്നത്? മണിയാശാനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതൊക്കെ പോട്ടെ. ജേക്കബ് തോമസ് രാജിക്കത്തും ഫോൺ ചോർത്തലും എല്ലാമായി 1.5 പണിയാണ് സർക്കാരിന് തന്നിരിക്കുന്നത്. അത് CBI അന്വേഷിച്ചോളാം എന്ന് CBIയും പറഞ്ഞിട്ടുണ്ട്. BJPക്കാരുടെ കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം CBI. അവിടെ ഒരു കോൺഗ്രസ് BJP സംഗമം കാണാൻ കഴിയുന്നുണ്ടോ? ഇനി CBI വന്നാൽ കുഴപ്പമാകുമോ? ഫോൺ ചോർത്തിയെന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞപ്പോ അന്വേഷണത്തിനെ പറ്റി പറയുക ഇവിടെ വലിയ വാദം നടത്തിയിട്ടുണ്ട് ഇല്ലേ? CBI പറയാ CBI തയ്യാറാണെന്ന് അന്വേഷിക്കാൻ. എന്ന് പറഞ്ഞ CBI അല്ലേ ഉള്ളൂ ഇവിടെ അന്വേഷിക്കാൻ? വേറെ ഉണ്ടോ? വല്ല സംവിധാനം ഇവിടെ ഉള്ളൂ ഇതൊക്കെ അന്വേഷിക്കാൻ? ടെലിഫോൺ ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാണിച്ച് എന്നെ പറ്റിച്ചല്ലടാ. ഈ നാരായണനാരാണെന്ന് അറിയാമോ നിനക്ക്? നീ നോക്കിക്കോ, നിന്നെ നിന്റെ ഈ വാന്റെ പടയും ഞാൻ ഇവിടുന്ന് കെട്ടിക്കും. നീ എന്നെ പേടിപ്പിക്കണ്ട. നീ പേടിക്കും, നീ എല്ലാം പേടിക്കും. ആണുങ്ങളെ പോലെ വന്ന നീ ഒക്കെ പേടിക്കും. ചുമ്മാ ഒരുമാതിരി ഏർപ്പാടല്ലേ നിങ്ങൾക്ക്? വിജിലൻസ് കേസ് കേൾക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് വെപ്രാളമാണ്, പ്രശ്നമാണല്ലേ? ഇവിടെ ഞങ്ങൾക്കൊന്നും ഒരു പേടിയില്ല. കഴിഞ്ഞ സഭയിലൊന്നും ബഷീറിന് പറ്റിയ എതിരാളിയെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അതല്ല സ്ഥിതി. അതാ വരുന്നു ബഷീറിനൊരു കിടിലൻ എതിരാളി. ഇവിടെ മുസ്ലിം ലീഗ് വളരെ ശക്തിയായത് കൊണ്ടാണ് അവരിവിടെ ആണുങ്ങളുടെ കൂട്ടി ഇങ്ങനെ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രം നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ട മാന്യനായ ബഷീറെ. UPയിൽ മുസ്ലിം ലീഗ് ഈ കേരളത്തിലെ കഴിഞ്ഞ് മുസ്ലിം കൂടുതലുണ്ട് ഇല്ലേ? ബീഹാറിൽ കൂടുതലുണ്ട്, ഗുജറാത്തിൽ മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ കൂടുതലുണ്ട്. എങ്ങനുണ്ട്? വീണപറമ്പി തലയില്ല. അതുകൊണ്ട് അവിടെ വർഗീയവാദികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക വർഗീയവാദികൾ. എന്നാ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ, മുസ്ലിം ലീഗിന്റെ ബഷീർ മനസ്സിലാക്കിക്കോ. സച്ചാർ കമ്മീഷന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ബംഗാളിൽ യോടി വാസു ഭരിച്ച 33 വർഷക്കാലം
ഒരു മുസ്ലിമിനെ പോലും ഞുള്ളി നോവിക്കാൻ സമ്മതിച്ചിരുന്നില്ല എന്ന കാര്യം ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് ബംഗാളിൽ ഞങ്ങളുണ്ട്, ത്രിപുരയിൽ ഞങ്ങളുണ്ട്. ഇവിടെ നിങ്ങളുടെ ഈ കൂട്ടുകാരുണ്ടല്ലോ, ആരാ? ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഞങ്ങളുള്ളത് കൊണ്ട് രക്ഷയുണ്ട്. ആ കാര്യത്തെ യാതൊരു സംശയവും വേണ്ട. ചുമ്മാ ബഷീറിന്റെ ജലീലിന്റെ എല്ലാം മെക്കിട്ട് കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. എന്റെ മാന്യനായ ബഷീർ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു മുസ്ലിമിനെ പോലും ലീഗിനെ നോക്കിയൊന്നും അല്ല. ഞാൻ പറയട്ടെ, മുസ്ലിം ജനവിഭാഗം വലിയ തോതിൽ ഞങ്ങൾക്ക് LDF വോട്ട് ചെയ്തില്ലേ? ചെയ്തത് എന്തുകൊണ്ട്? ഞങ്ങളെ അവർക്കറിയാം. നിങ്ങൾ കച്ചവട രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങളെ ന്യൂനപക്ഷങ്ങളെ മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുമെന്ന് അവർക്കറിയാം ബഷീറെ. അതുകൊണ്ട് ബഷീർ ഇവിടുത്തെ ലീഗിന്റെ ശക്തി കൊണ്ട് RSSകാര് കൊല്ലുന്നില്ല എന്നൊന്നും പറഞ്ഞ് മേനി നടിക്കണ്ട. ഞങ്ങൾ ദുർബലപ്പെട്ടാൽ, CPM ദുർബലപ്പെട്ടാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാം. ഞങ്ങൾ ദുർബലപ്പെട്ടാൽ നിങ്ങൾക്ക് ആപത്താണെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതൊക്കെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിയാണെങ്കിൽ AKG സെന്റർ നോക്കി ഒരു വണ്ടി ബുക്ക് ചെയ്യാനുള്ള ആലോചനയിലാണ് എന്നും കേൾക്കുന്നു. എന്തായാലും ഇതൊക്കെ കേട്ട് പ്രകോപിതനായ PK ബഷീർ രണ്ടും കൽപ്പിച്ചെഴുന്നേറ്റു. മണി ആശാൻ വഴങ്ങുമോ? ഞാൻ വഴങ്ങുന്നില്ല. ശ്രീ ബഷീർ സോളാർ തട്ടിപ്പില് ഒന്നും ആയില്ല. ബാക്കി വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു സംശയവും വേണ്ട. ബഷീർ ചുമ്മാ കൂവണ്ട, നിർത്തുന്നതാ നല്ലത്. ബഷീർ കൂവിയാൽ ഞാൻ അതിന് ശബ്ദത്തെ കൂവേണ്ടി വരും. പിന്നെ അതില്ലാത്ത ഭക്ഷണമാകും. അതൊന്നും ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും വഴങ്ങുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലം നിയമസഭയിൽ മണിയാശാനും PK ബഷീറും തമ്മിലുള്ള കടുത്ത അംഗം പ്രതീക്ഷിക്കാം. എന്നാൽ മണിയാശൻ മാത്രമല്ല, മുഖ്യമന്ത്രിയോടുള്ള കടുത്ത ഭക്തിയുമായി മറ്റ് ഫാൻസുകാരും രംഗത്ത് വരുന്നു. പ്രതിഭ ഹരിയാണ് ഇന്നത്തെ താരം. സാമാന്യമായി ഒരു സാധാരണക്കാരന് കിട്ടേണ്ട ന്യായമായ ഒന്നെങ്കിൽ ഒന്ന് നന്നായി ചിരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണെങ്കിൽ പോലും അവരെ ഒന്ന് പറഞ്ഞത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന മാന്യമായ പെരുമാറ്റം പോലും ഒരു സംസ്കാരമാണെന്ന് കേരളത്തിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങി. അത് തന്നെ ഒരു നവീകരണമാണ്. അതുകൊണ്ടാണ് നവകേരളത്തിന്റെ ശില്പിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി പല ആവർത്തി പറയുന്നത്. അത് കേട്ട് പലപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചില ഇറിറ്റേഷനൊക്കെ പ്രകടിപ്പിക്കാറുണ്ടെങ്കിലും ആ വസ്തുത നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് വളരെ സ്നേഹപൂർവ്വ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ്. പിണറായി വിജയൻ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്തോ. എന്തായാലും കോടിയേരി പലതും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഇടവേള കഴിഞ്ഞ്. ഏത് കേസായാലും കേസ് തന്നെയല്ലേ. ആരുടെ പേരിലും കൊലക്കേസ് ആയിക്കൂടെ? എൻ്റെ പേരിലൊരു കൊലക്കേസ് ഉണ്ട്. അതിന് നിങ്ങൾ അറിയോ? പണ്ട് ഞാൻ ആ സംഭവം, ആ മരിച്ച ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.